ഇസ്ലാമിക ഡൈനാസ്റ്റി അല്ലെങ്കിൽ കാലിഫേറ്റ് ഡൈനാസ്റ്റി, അവരുടെ ചരിത്രം സംഭവബഹുലമാണ്. ഈ ഒരു ചരിത്ര വീഡിയോ നിർമ്മിക്കാനായിട്ട് ഞാൻ നിരവധി റെഫറൻസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ കുറേയധികം റെഫറൻസുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ്. ഈ ചരിത്രം നമ്മൾ ആരംഭിക്കുന്നത് മെക്കയിൽ നിന്നാണ്. മെക്കയിൽ ഇപ്പോൾ ഖുറൈശ് ട്രൈബാണുള്ളത്. അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു വലിയ വാണിജ്യ കേന്ദ്രം തന്നെയാണ് മെക്ക. 570 AD അല്ലെങ്കിൽ 570 CE ആ കാലഘട്ടത്തിൽ ഇതേ മെക്കയിൽ ഒരു ബാലൻ ജനിച്ചു വീഴുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് നബി എന്നാണ്. മുഹമ്മദ് നബി കാരവാനിലാണ് ജോലി ചെയ്തു തുടങ്ങിയത്. കാരവാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര തിരിക്കുന്ന ഒരു വലിയ സംഘത്തെയാണ്. ആ സംഘത്തിൽ നിരവധി കുതിരകളുണ്ടായിരിക്കും, ഒട്ടകങ്ങളുണ്ടായിരിക്കും. ഇവർ മെക്ക പോലുള്ള വാണിജ്യ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതാണ്. അവിടെ അവർക്ക് വിൽക്കാനുള്ള സാധനങ്ങൾ വിൽക്കുന്നതാണ്, വാങ്ങിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വാങ്ങിക്കേണ്ട സാധനങ്ങൾ വാങ്ങിക്കുന്നതാണ്. ആദ്യഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു കാരവാനിലെ ഒരംഗം മാത്രമായിരുന്ന മുഹമ്മദ് പിന്നീട് ആ കാരവാൻ്റെ തലവനായിട്ട് മാറുകയുണ്ടായി. ഇത്തരത്തിലുള്ള യാത്രകൾക്കിടയിൽ പല വിശ്വാസങ്ങളിലുള്ള ട്രൈബുകളെ കാണാൻ അദ്ദേഹത്തിന് സാധ്യമായി. ആ ട്രൈബൽസുമായിട്ട് അല്ലെങ്കിൽ ആ ഗോത്ര വിഭാഗവുമായിട്ട് സംവദിക്കാൻ സാധ്യമാകുന്നുണ്ട്. അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ അടുത്തറിയുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. 610 CE അദ്ദേഹത്തിന് ദൈവവുമായിട്ട് സംവദിക്കാൻ സാധ്യമായതെന്ന് പറയപ്പെടുന്നത്. അതിനെ തുടർന്ന് അദ്ദേഹം ഒരു പ്രവാചകനായിട്ട് മാറുകയായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇസ്ലാം എന്ന ഒരു മതത്തിന് തന്നെ രൂപം കൊടുത്തത്. പക്ഷേ മെക്കയിലുണ്ടായിരുന്ന എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ആ പുതിയ മതവിശ്വാസത്തിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കുറേയധികം ആളുകൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ പേർ ഇതിനെ എതിർക്കുന്നുണ്ടായിരുന്നു. അവർ മുഹമ്മദ് നബിയെയും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിനെയും ആക്രമിക്കാൻ തുടങ്ങി. അതിനെ തുടർന്നാണ് അദ്ദേഹവും അനുയായികളും 622 CE തൊട്ടടുത്തുള്ള മറ്റൊരു ട്രേഡിംഗ് സെൻ്ററായിട്ടുള്ള മദീനയിൽ എത്തിച്ചേരുന്നത്. മദീന വളരെയധികം ഫലഭൂഷ്ടിയായിട്ടുള്ള ഒരു പ്രദേശമാണ്. കൃഷിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. ഈ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യങ്ങളൊക്കെ ശേഖരിക്കാൻ അല്ലെങ്കിൽ വാങ്ങിക്കാനായിട്ട് നിരവധി കാരവാനുകൾ അവിടെ വന്നു പോകുമായിരുന്നു. പിന്നീട് 629, 630 വർഷങ്ങളിലായിട്ട് ഖുറൈശ് ഗോത്രവും ഈ മുസ്ലിംസുമായിട്ട് യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധത്തിൽ വിജയിക്കുന്നത് മുസ്ലിംസ് തന്നെയാണ്. ഖുറൈശ് ഗോത്രം തകർന്നതോടുകൂടി മുസ്ലിംസ് ശക്തി പ്രാപിക്കാൻ തുടങ്ങി. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ ആശയം അല്ലെങ്കിൽ ഈ വിശ്വാസം വ്യാപിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി നിരവധി കോൺവോയ്കളെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുകയുണ്ടായി. അവർ അതിർത്തിയും കടന്ന് മറ്റുള്ള രാജ്യങ്ങളിൽ പോയി അവരുടെ ചക്രവർത്തിക്ക് സന്ദേശങ്ങൾ കൈമാറാൻ തുടങ്ങി. മുസ്ലിം മതത്തെക്കുറിച്ച് അറിയിക്കുകയും അവരുടെ വിശ്വാസ രീതികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും അതിൽ ജോയിൻ ചെയ്യാനായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു ലക്ഷ്യം. പേർഷ്യയിലേക്ക് ഇത്തരത്തിലൊരു സംഘം പുറപ്പെട്ടിരുന്നു. പേർഷ്യ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാനാണ്. പക്ഷേ പേർഷ്യ അന്ന് കുറേ കൂടെ വലിപ്പമുള്ള ഒരു പ്രദേശമായിരുന്നു. ഇപ്പോഴത്തെ ഇറാഖൊക്കെ ഈ പേർഷ്യൻ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അന്ന് പേർഷ്യ ഭരിച്ചിരുന്നത് സസാനിഡ് ഡൈനാസ്റ്റി ആയിരുന്നു. സസാനിഡ് ഡൈനാസ്റ്റിയിലെ കാവഡ് രണ്ടാമൻ ഷായാണ് അന്ന് അവിടെ ഭരിച്ചിരുന്നത്. കാവഡ് ഷാ രണ്ടാമന് ഈ ഒരു സന്ദേശം കോൺവോയ് എത്തിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം അവരെ കളിയാക്കി പുച്ഛിച്ചു വിടുകയാണ് ഉണ്ടായത്. അതേസമയം തന്നെ മറ്റൊരു കോൺവോയ് സംഘം പുറപ്പെട്ടത് റോമിലേക്കായിരുന്നു. നമുക്ക് ബൈസൈൻറ്റൈൻ എന്നോ അല്ലെങ്കിൽ റോം എന്നോ അതുമല്ലെങ്കിൽ കിഴക്കൻ റോം എന്നോ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ റോമൻ നഗരം ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന പഴയ റോം അല്ല ഇത്. ബൈസൈൻറ്റൈൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മറ്റൊരു അല്ലെങ്കിൽ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന മറ്റൊരു ഡൈനാസ്റ്റിയാണ്. അന്നത്തെ ബൈസൈൻറ്റൈൻ അറേബ്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ആ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ബൈസൈൻ്റെ പ്രവിശ്യ ഗസാനിഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവിടേക്ക് പുറപ്പെട്ട സന്ദേശവാഹകനെ ഈ ബൈസൈൻറ്റിനുകൾ കൊന്നുകളയുകയായിരുന്നു. ഇതിൻ്റെ പ്രതികാരം എന്ന വണ്ണം മുഹമ്മദ് നബി 30,000-ഓളം വരുന്ന ഒരു വലിയ പടയുമായി റോമിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന റോമക്കാരെ കീഴ്പ്പെടുത്തിയെന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൊക്കെ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവുകളും നമുക്ക് ലഭ്യമായിട്ടില്ല. അത്തരത്തിൽ പരാമർശിക്കുന്ന ഒരു ചരിത്ര രേഖകളും നമുക്ക് ഇതുവരെയും കണ്ടെത്താൻ സാധ്യമായിട്ടില്ല. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും തെളിവുകളോ അല്ലെങ്കിൽ റെഫറൻസുകളോ തരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഒരു കാര്യം വാസ്തവമാണ്, മുഹമ്മദ് നബിയുടെ കീഴിൽ അറേബ്യൻ പെനിൻസുലയിലെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളും മുസ്ലിങ്ങളുടേതാക്കി മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കാൻ സാധ്യമായി. അവിടെ അവശേഷിച്ച് നിന്നത്
അറേബ്യൻ പെനിൻസുലയുടെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 2 ടെറിട്ടറികളായിട്ടുള്ള മാസുനും യമനുമാണ്. അത് കീഴടക്കാൻ അല്പം പ്രയാസമാണ്, കാരണം അത് സസാനിഡ് ഡൈനാസ്റ്റിയുടെ കീഴിൽ വരുന്ന 2 ടെറിട്ടറികളാണ്. പക്ഷേ 631 AD അല്ലെങ്കിൽ 631 CE ആയപ്പോഴേക്കും മുഹമ്മദ് നബി മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വരുന്നത് അബൂബക്കറാണ്. അദ്ദേഹമാണ് ആദ്യത്തെ ഖലീഫ അല്ലെങ്കിൽ കാലിഫേറ്റ് ഡൈനാസ്റ്റിയിലെ ആദ്യത്തെ ചക്രവർത്തി. ഈ ആദ്യ ഡൈനാസ്റ്റി റഷീദുൻ ഖാലിഫ് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ഈ സമയത്ത് പേർഷ്യയിൽ വലിയ രീതിയിലുള്ള സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള അരാജകത്വമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോഴത്തെ അവിടുത്തെ ചക്രവർത്തി കാവഡ് രണ്ടാമനാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മുഴുവൻ സഹോദരന്മാരെയും പിതാവിനെയും അദ്ദേഹം ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൊന്നുകളയുകയാണ്. ആ കാലഘട്ടത്തിൽ അവിടെ പാർത്യൻ നോബിൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. പേർഷ്യൻ സാമ്രാജ്യം മുൻപ് ഭരിച്ചിരുന്നത് ശക്തരായിട്ടുള്ള പാർത്യൻസ് ആയിരുന്നു. ആ പാർത്യൻസിന് ശേഷമാണ് സസാനിഡ്സ് ഭരിക്കുന്നത്. അന്നുണ്ടായിരുന്ന പാർത്യൻസിൻ്റെ പിൻതലമുറക്കാരാണ് ഈ പാർത്യൻ നോബിൾസ്. അവർക്ക് കാവഡ് രണ്ടാമനോട് വലിയ രീതിയിലുള്ള എതിർപ്പ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ വകവരുത്താനായി അവർ നോക്കി നിൽക്കുകയായിരുന്നു. പക്ഷേ അത് വേണ്ടി വന്നില്ല. അതിനു മുൻപ് തന്നെ കാവഡ് രണ്ടാമൻ ഒരു പ്ലേഗിലൂടെ അല്ലെങ്കിൽ പകർച്ചവ്യാധിയിലൂടെ മരണമടയുകയാണ്. അടുത്ത രാജാവായിട്ട് അധികാരത്തിലേറുന്നത് 8 വയസ്സുള്ള ആർദർഷിർ മൂന്നാമനാണ്. കാവഡ് രണ്ടാമൻ്റെ മകനാണ്. 8 വയസ്സ് മാത്രം പ്രായമുള്ളത് കൊണ്ട് തന്നെ ഭരണകാര്യങ്ങളൊക്കെ തന്നെയും നോക്കി നടത്തുന്നത് വിസീർ എന്നു പേരുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. വിസീർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മാ അഹദൂർ ഗുഷ്നോസ്പ് എന്നാണ്. രാജാവും മന്ത്രിയുമൊക്കെ ഇവരാണെന്ന് പറയുമ്പോൾ പോലും ആ കാലഘട്ടത്തിൽ പേർഷ്യയുടെ ശരിക്കുമുള്ള നിയന്ത്രണം ഉണ്ടായിരുന്നത് ഒരു മിലിറ്ററി കമാൻഡറിൻ്റെ പക്കലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഷഹർബറാസ് എന്നാണ്. ഒട്ടും സമയം കളയാതെ തന്നെ ഷഹർബറാസ് അവിടെ ഉണ്ടായിരുന്ന ചക്രവർത്തിയെയും മുഖ്യമന്ത്രിയെയും കൊന്ന് സ്വയം ചക്രവർത്തിയായിട്ട് മാറുകയായിരുന്നു. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള കലാപങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ആ കലാപങ്ങൾ അടിച്ചമർത്താനായിട്ട് മാസൂനിലും യമനിലും ഉണ്ടായിരുന്ന, അതായത് അറേബ്യയിൽ ഉണ്ടായിരുന്ന ആ 2 ടെറിട്ടറിയിലെ പട്ടാളക്കാരെ പിൻവലിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് യമനും മാസൂനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വയം പ്രഖ്യാപിക്കുകയാണ്. അവർ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേർന്നുവെന്ന് അഭിപ്രായപ്പെടുകയാണ്. പക്ഷേ അവർക്കങ്ങനെ തുടർന്നു പോകാൻ സാധിക്കുമായിരുന്നില്ല. ആ 2 ടെറിട്ടറികളും ആക്രമിക്കാതെ വിട്ടിരുന്നത് അത് രണ്ടും സസാനിഡ്സിൻ്റെ കീഴിലുണ്ടായിരുന്ന ടെറിട്ടറികൾ ആയതുകൊണ്ട് മാത്രമാണ്. കാരണം അതിശക്തരായിട്ടുള്ള സൈന്യം തന്നെയാണ് അവർക്കുണ്ടായിരുന്നത്. അവരവിടെ നിന്നും പിൻവാങ്ങിയതോടുകൂടി തന്നെ ഒട്ടും സമയം കളയാതെ അബൂബക്കർ ആ പ്രദേശം കൂടി കീഴ്പ്പെടുത്തുകയാണ്. ഇപ്പോൾ അറേബ്യൻ പെനിൻസുല പൂർണ്ണമായിട്ടും മുസ്ലിങ്ങളുടെ കയ്യിലാണ്, അല്ലെങ്കിൽ അറബുകളുടെ കയ്യിലാണ്. ഷഹർബറാസ് അധികാരത്തിലേറിയെങ്കിലും അദ്ദേഹത്തിന് വെറും 40 ദിവസം മാത്രമാണ് ഭരിക്കാൻ സാധ്യമായത്. അവിടെ ഉണ്ടായിരുന്ന കലാപത്തിനിടയിൽ അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു. അതിനുശേഷം ബോറൻ എന്ന ഒരു സ്ത്രീയാണ് അധികാരത്തിലേക്ക് വരുന്നത്, അവിടുത്തെ ആദ്യത്തെ രാജ്ഞിയായിട്ട് മാറുന്നത്. മുമ്പുണ്ടായിരുന്ന സസാനിയൻ ചക്രവർത്തിയുടെ മകളാണ് ഈ ബോറൻ. പക്ഷേ ബോറനും അധികാരം അധികം നാൾ നിലനിർത്താൻ സാധ്യമായില്ല. മുൻപ് മരണമടഞ്ഞ ഷഹർബറാസിൻ്റെ മകനായ ഷപൂർ അഞ്ചാമൻ ബോറനെ പുറത്താക്കി സ്വയം ചക്രവർത്തിയായി മാറുകയുണ്ടായി. ഈ പറയുന്ന ഷപൂർ അഞ്ചാമനും തുടർന്നു പോകാൻ സാധ്യമായില്ല. പുറത്താക്കപ്പെട്ട ബോറൻ്റെ സഹോദരിയായ അസർമിഡോക്ട് അദ്ദേഹത്തെ പുറത്താക്കി സ്വയം ചക്രവർത്തിനിയായി മാറുകയാണ്. പിന്നീട് നടന്ന ആഭ്യന്തര യുദ്ധത്തിൽ ഈ അസർമിഡോക്ടും അധികം വൈകാതെ തന്നെ മരണമടയുകയാണ്. നമുക്കിനി അറേബ്യയിലേക്ക് ഒന്ന് പോയി നോക്കാം. അറേബ്യ ഇപ്പോൾ ഒരു വലിയ മുസ്ലിം രാഷ്ട്രമായിട്ട് മാറിയിട്ടുണ്ട്. അബൂബക്കറിന് ഇനിയും രാജ്യത്തെ കുറേ കൂടി വിപുലമാക്കണമായിരുന്നു, കുറേ കൂടി വലുതാക്കാനുണ്ടായിരുന്നു. അതിനുവേണ്ടി 632 ഗസാനിഡിലേക്ക്, അതായത് ബൈസൈൻ്റെയിൻ്റെ അതിർത്തി ഭാഗത്തേക്ക് ഒരു പടയെ അയക്കുന്നുണ്ട്. ഒരു വലിയ പടയെ തന്നെയാണ് അവിടേക്ക് അയക്കുന്നത്. പക്ഷേ അവിടെ അബൂബക്കറിന് ഒന്ന് പിഴയ്ക്കുന്നുണ്ട്. കാരണം ഈ പ്രദേശം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടേ ഉള്ളൂ. അവിടെയുള്ള പല ട്രൈബൽസും വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങൾ ഉണ്ടായിരുന്ന ആളുകളാണ്. അവർ പ്രധാനമായിട്ടും ഈ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന സൈനികരെക്കുറിച്ച് കൂടി ഓർത്തിട്ടാണ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പല സൈനികരെയും പിൻവലിച്ചിട്ടാണ് അവരെ ഗസാനിഡിലേക്ക് അയക്കുന്നത്. ഇത് വലിയൊരു തിരിച്ചടിയായിട്ട് മാറുന്നുണ്ട്. പല ഗോത്രങ്ങളും അബൂബക്കറിന് എതിരെ തിരിയുകയാണ്. അവിടെയെല്ലാം പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. കുറച്ച് സൈനികർ അവിടെ ഉണ്ട്, പക്ഷേ ആ സൈനികരെ കൊണ്ട് കൂട്ടിയാൽ കൂടാൻ പറ്റാത്ത അത്ര തീവ്രമായിട്ടുള്ള റെബല്യനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേയധികം പട്ടാളക്കാർ അവിടെ മരണമടയുന്നുണ്ട്. ട്രൈബൽസിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുമുണ്ട്. മാത്രമല്ല
പല ഗോത്രങ്ങളിലുമായിട്ട് പുതിയ പുതിയ പ്രവാചകന്മാർ ഉണ്ടായി വരികയാണ്. ഞങ്ങൾ ദൈവവുമായിട്ട് സംവദിച്ചു, ഇനി അടുത്ത പ്രവാചകൻ ഞങ്ങളാണെന്നൊക്കെ പറഞ്ഞ് പലരും മുന്നോട്ട് വരുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് അടിച്ചൊതുക്കാനായിട്ട് അബൂബക്കറിന് സാധ്യമാകുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സൈന്യം ഗസാനിഡിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ഈ സൈന്യത്തിന് ഒരു വിജയം സമ്പാദിക്കാൻ സാധ്യമാകുന്നുണ്ട്. അതിനുശേഷം അവർ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ മടങ്ങിയെത്താനായിട്ട് സ്കൗട്ടുകളെ പറഞ്ഞ് അവിടേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ആ വാർത്ത കേട്ടതിന് ശേഷമാണ് ആ സൈന്യം മടങ്ങി വരുന്നത്. പക്ഷേ ഇതിനിടയിൽ ഒരു വലിയ അട്ടിമറിക്കുള്ള ശ്രമം നടക്കുന്നുണ്ട്. ട്രൈബൽസ് വലിയൊരു കൂട്ടമായിട്ട് മെദീന കീഴടക്കാനായിട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. അബൂബക്കർ ഇതറിയുന്നുണ്ട്. ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്ന സൈന്യവുമായിട്ട് ഈ മെദീനയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അവിടെ വലിയൊരു യുദ്ധം തന്നെ നടക്കുന്നുണ്ട്. ആ യുദ്ധത്തിൽ വിജയിക്കാൻ സാധ്യമായത് അബൂബക്കറിനാണ്. വിജയത്തിന് ശേഷം അദ്ദേഹം മെക്കയിലേക്ക് മടങ്ങി വരികയാണ്. ആ ഒരു ഘട്ടമായപ്പോൾ തന്നെ ഗസാനിഡിലേക്ക് പുറപ്പെട്ടിരുന്ന സൈന്യം ആ യുദ്ധം കഴിഞ്ഞ് തിരികെ മെക്കയിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. മെദീനയിൽ ഒരു യുദ്ധം വിജയിച്ചു എങ്കിൽ പോലും അറേബ്യൻ പെനിൻസുലയിലെ അവസ്ഥ വളരെ മോശമാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആ ട്രൈബൽസിനെ അടിച്ചൊതുക്കണം, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അട്ടിമറി തന്നെ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ വലിയൊരു പട തങ്ങളുടെ കയ്യിലുണ്ട്. ആ ഒരു വലിയ പടയെ വിവിധ സ്ഥലങ്ങളിലേക്ക് അയക്കണം. ഒരുമിച്ച് ആ പടയെ ഒരു സ്ഥലത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ അതൊരു മണ്ടത്തരമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം ഒരു സ്ഥലത്തേക്ക് അയക്കുമ്പോൾ മറ്റ് സ്ഥലങ്ങളിലുള്ള ട്രൈബൽസ് മെക്ക കീഴ്പ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. മെക്ക കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിമാനായിട്ടുള്ള അബൂബക്കർ സൈന്യത്തെ ചെറിയ ചില സൈന്യങ്ങളാക്കി മാറ്റുകയാണ്. അതിലും കൂർമ്മമായിട്ടുള്ളൊരു ബുദ്ധി അദ്ദേഹം പ്രയോഗിക്കുന്നുണ്ട്. പല ട്രൈബൽസിനും വ്യത്യസ്തമായിട്ടുള്ള ശക്തിയാണുള്ളത്. കൂടുതൽ ശക്തരായിട്ടുള്ള ട്രൈബൽസിൻ്റെ അരികിലേക്ക് കൂടുതൽ ശക്തരായിട്ടുള്ള എണ്ണത്തിൽ കൂടുതലുള്ള സൈന്യത്തിൻ്റെ ഗ്രൂപ്പിനെ തന്നെയാണ് അദ്ദേഹം അയക്കുന്നത്. അങ്ങനെ ഒരേ സമയം തന്നെ എല്ലാ ഗോത്ര വിഭാഗങ്ങളിലുമായിട്ട് യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ പൂർണ്ണമായിട്ടും വിജയിക്കുന്നത് അബൂബക്കറിൻ്റെ സേന തന്നെയാണ്. യുദ്ധത്തിൽ വിജയിച്ചു എങ്കിൽ പോലും ഒരുപാട് പട്ടാളക്കാരെ ഇതിലൂടെ നഷ്ടമായിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഈ സന്ദർഭത്തിൽ അറേബ്യ നേരിടുന്നുണ്ട്. യുദ്ധം ഒരുപാട് തിരിച്ചടികൾ സമ്മാനിച്ചു എങ്കിൽ പോലും ആ യുദ്ധത്തിലെ വിജയങ്ങൾ അവരെ വലിയ രീതിയിൽ തന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അവർ ഇപ്പോൾ കുറേ കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സേനയായി മാറിയിട്ടുമുണ്ട്. സസാനിഡ്സ് ഭരിക്കുന്ന പേർഷ്യയും അറേബ്യയും തമ്മിൽ ഒരു അതിർത്തി പങ്കിടുന്നുണ്ട്. ആ പങ്കിടുന്ന പ്രദേശത്തെ ട്രൈബൽസിൻ്റെ നേതാവാണ് മുത്താന. മുത്താന ഒരിക്കൽ ഈ സസാനിഡ്സിൻ്റെ പ്രദേശത്തേക്ക് അതിക്രമിച്ച് കടക്കുകയുണ്ടായി. അദ്ദേഹം അവിടെ പോയി ചില കാര്യങ്ങളൊക്കെ കവർന്നെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പ്രതീക്ഷിച്ചതുപോലുള്ള വലിയൊരു എതിർപ്പൊന്നും അവിടെ നിന്ന് ലഭ്യമായിട്ടില്ല. അതിലൂടെയൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് സസാനിഡ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര ലഹള അവരെ ശോഷിപ്പിച്ചിട്ടുണ്ട്. അവരുടെ സൈന്യം പഴയതുപോലെ അത്രയും ഗാംഭീര്യമുള്ള സൈന്യമല്ല. അവർക്കിടയിൽ ഒരുപാട് വഴക്കുകളുണ്ട്. ഇത് മികച്ച ഒരു അവസരം തന്നെയാണ്. ഈ ഒരു പ്രദേശം, അതായത് ഈ അറേബ്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന സസാനിഡിൻ്റെ പ്രദേശം എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖാണ്. ആ പ്രദേശം അറബികൾക്ക് കീഴ്പ്പെടുത്താൻ സാധ്യമാകുമെന്നുള്ളൊരു തോന്നൽ മുത്താനയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സൈന്യം എന്ന് പറയുന്നത് ഒരു ചെറിയ സൈന്യമാണ്. അതുപയോഗിച്ചിട്ട് കീഴ്പ്പെടുത്തുക അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഈ വിവരം അധികം വൈകാതെ തന്നെ മുത്താന അബൂബക്കറിൻ്റെ ചെവിയിൽ എത്തിക്കുന്നുണ്ട്. അബൂബക്കർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സൈന്യാധിപനെ തന്നെ ഈ ഒരു ദൗത്യത്തിനു വേണ്ടി അയക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഖാലിദ് എന്നാണ്. 18,000-ഓളം വരുന്ന ഒരു വലിയ സൈന്യവുമായിട്ട് ഖാലിദ് സസാനിഡ്സിൻ്റെ ഈ അതിർത്തി പ്രദേശത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അതിനിടയിൽ അദ്ദേഹം ഒരു സന്ദേശവാഹകനെ അവിടേക്ക് അയക്കുന്നുണ്ട്. ആ പ്രദേശത്തെ ഇറാഖ് പ്രവിശ്യയിലുണ്ടായിരുന്ന ഗവർണറായിട്ടുള്ള ഹോർൺസോഡിന് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദേശമാണ്. ആ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത്, ഞങ്ങളൊരു വലിയ ഒരു സൈന്യവുമായിട്ട് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ സ്വയം തോൽവി സമ്മതിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ പ്രവിശ്യ നശിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും ആ ഗവർണർ ഇത് പുച്ഛത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. കാരണം ഈ അറേബ്യ എന്ന് പറയുന്ന പ്രദേശം, അല്ലെങ്കിൽ ആ മുസ്ലിം രാജവംശം എന്ന് പറയുന്നത് പുതുതായി ഉണ്ടായി വന്ന ഒരു രാജവംശമാണ്. അതിനു മുമ്പ് അവിടെയൊക്കെ ഉണ്ടായിരുന്നത് ഗോത്രവർഗ്ഗങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ ഈ പേർഷ്യ കുറേയധികം വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. ഏറ്റവും ശക്തരായിട്ടുള്ള ഒരു സൈന്യം തന്നെയാണ്. ശക്തരായിട്ടുണ്ടായിരുന്ന റോമക്കാരെ പലപ്പോഴായിട്ട് യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ ഇവർക്ക് സാധ്യമായിട്ടുമുണ്ട്. അതുകൊണ്ട് ഇത് പുച്ഛത്തോടു കൂടി മാത്രമാണ് ഗവർണർ കാണുന്നത്. അദ്ദേഹം ഒട്ടും വൈകാതെ തന്നെ ഒരു കത്ത് അവരുടെ തലസ്ഥാന നഗരമായിട്ടുള്ള സെറ്റ്സിഫോണിലേക്ക് അയക്കുന്നുണ്ട്. അവിടുത്തെ അപ്പോഴത്തെ ചക്രവർത്തി
യാസ് ദ ഗ്രേറ്റ് മൂന്നാമനാണ്. ഒരു വലിയ സൈന്യവുമായിട്ട് അറബികൾ ഇവിടേക്ക് വരുന്നുണ്ട്. അവരെ കീഴ്പ്പെടുത്തണമെങ്കിൽ താങ്കളുടെ സഹായം കൂടിയേ തീരൂ. അവിടെ നിന്നും ഒരു സൈന്യത്തെ അയക്കാനായിട്ട് യാസ് ദ ഗ്രേറ്റ് തീരുമാനിക്കുന്നുണ്ട്. 20,000-ഓളം വരുന്ന ഒരു സൈന്യത്തെയാണ് അയക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ അവരിവിടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അറബികൾ ഇവിടെ കീഴ്പ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഗവർണർ മുൻകൂട്ടി തന്നെ മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് തടയിടണം. അവർ ഏതുവഴിയായിരിക്കും ഇവിടേക്ക് ആക്രമിച്ചു വരിക? ഈ അതിർത്തി പ്രദേശം എന്ന് പറയുന്നത് കുറച്ചധികം നീണ്ടു കിടക്കുന്ന ഒരു വലിയ പ്രദേശം തന്നെയാണ്. ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ അവിടേക്ക് അതിക്രമിച്ച് എളുപ്പം കയറാൻ സാധിക്കുന്ന ഒരു വലിയ വഴിയുണ്ട്. ആ വഴിക്ക് തടയിടണം. കസീമ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഖാലിദിനും ഇത് വ്യക്തമായിട്ട് അറിയാമായിരുന്നു, കസീമയിലൂടെ എളുപ്പം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഖാലിദിൻ്റെ ഒരു ട്രിക്കായിരുന്നു ആ കത്ത്. ഇങ്ങനെയൊരു കത്ത് ഗവർണറിന് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പക്കലുള്ള സൈന്യവുമായിട്ട് കസീമയിൽ വന്ന് നിൽക്കാനാണ് സാധ്യത. പക്ഷേ നമ്മൾ മറ്റൊരു സ്ഥലത്തു കൂടി അതിക്രമിച്ച് ഇറാഖ് കീഴ്പ്പെടുത്താൻ സാധ്യമായാലോ? അതുകൊണ്ട് തന്നെ ഖാലിദ് കസീമയിലേക്ക് പുറപ്പെടാതെ ഉഫിയറിലേക്കാണ് പോകുന്നത്. ഉഫിയറിലേക്കുള്ള യാത്ര വളരെയധികം ദുർഘടം പിടിച്ചിട്ടുള്ള ഒരു യാത്ര തന്നെയാണ്. തുറസായ ഒരു മരുഭൂ പ്രദേശത്തൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ദൂരെ നിൽക്കുന്നവർക്ക് പോലും ഒരു വലിയ പട അങ്ങനെ കടന്നു പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇറാഖിലെ ഗവർണർ സ്കൗട്ടുകളുടെ സഹായത്താൽ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡയറക്ഷനിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവർക്കിത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഖാലിദിനും അറിയാമായിരുന്നു. ഖാലിദിൻ്റെ തന്ത്രം മറ്റൊന്നായിരുന്നു. അങ്ങനെ മറ്റൊരു ഡയറക്ഷനിലൂടെ അവർ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഗവർണർ 20,000-ഓളം വരുന്ന തൻ്റെ സൈന്യവുമായിട്ട് ഹുഫിയറിലേക്ക് പോവുകയാണ്. അവർ ഹുഫിയർ എത്താറായപ്പോഴേക്കും ഖാലിദ് ഹുഫിയറിലേക്കുള്ള യാത്ര അവസാനിപ്പിച്ച് പഴയ കസീമയിലേക്ക് പോയി. ഇങ്ങനെ അവർ കസീമിലേക്ക് പോകുന്ന കാര്യവും ഈ ഗവർണർ മനസ്സിലാക്കുന്നുണ്ട്. ഗവർണർ കരുതുന്നത് അവർക്ക് നേരിട്ട് തൻ്റെ പടയുമായിട്ട് ഏറ്റുമുട്ടാൻ സാധിക്കുകയില്ല, അവർക്ക് ഭയമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വഴിമാറി അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ്. പക്ഷേ ഖാലിദിൻ്റെ തന്ത്രം മറ്റൊന്നായിരുന്നു. കസീമയിൽ ഇവർക്ക് ആദ്യം എത്തിച്ചേരാൻ സാധിക്കും. ഈ ഖാലിദിൻ്റെ സൈന്യത്തിനും വേഗം സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഇവർ ധരിച്ചിരിക്കുന്ന വേഷങ്ങൾ അത് അത്ര ഭാരമേറിയിട്ടുള്ള വേഷങ്ങളല്ല. സാധാരണഗതിയിൽ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ വളരെയധികം ഭാരമേറിയിട്ടുള്ള പടച്ചട്ടകളാണ് ധരിക്കുന്നത്. കാരണം എതിരാളികളുടെ ആക്രമണങ്ങൾക്ക് മുൻപിൽ അതൊരു കവചമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ അത്രയധികം കാഠിന്യമില്ലാത്ത വലിയ ഭാരമൊന്നുമില്ലാത്ത പടച്ചട്ടയായിരുന്നു ഈ ഖാലിദിൻ്റെ സൈന്യത്തിനുണ്ടായിരുന്നത്. അതേസമയം സസാനിഡ്സിന് കുറച്ചുകൂടെ ഭാരമേറിയിട്ടുള്ള പടച്ചട്ടയാണുള്ളത്. അതിന് പുറമെ അവരുടെ ആയുധങ്ങളും വളരെയധികം ഭാരമേറിയവ തന്നെയായിരുന്നു. അതും വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുക വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. കൂടാതെ ഒരുപാട് സമയവും എടുക്കുന്നതാണ്. ഖാലിദിൻ്റെ സൈന്യത്തിന് പെട്ടെന്ന് തന്നെ ഹുഫിയറിൽ നിന്നും കസീമയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതേസമയം ഗവർണറിൻ്റെ സൈന്യത്തിന്, അതായത് സസാനിഡ്സിൻ്റെ സൈന്യത്തിന് കുറേയധികം സമയമെടുക്കും ഹുഫിയറിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേരാനായിട്ട്. ഖാലിദിൻ്റെ സൈന്യത്തിന് ഒട്ടും സമയം കളയാതെ തന്നെ കസീമയിലെ തുറസായി കിടക്കുന്ന മരുഭൂ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ സാധ്യമായി. അവിടെ വലിയ ചില കുന്നുകളുണ്ട്. ആ കുന്നിൻ്റെ പിൻഭാഗത്തായിട്ടാണ് ഇവർ നിലയുറപ്പിക്കുന്നത്. അവിടെ നിൽക്കുന്ന ഇവരെ അങ്ങ് ദൂരെ നിന്ന് വരുന്ന ഒരു സൈന്യത്തിനും പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതേസമയം സസാനിയൻ്റെ സൈന്യം ഒരു വിശ്രമവുമില്ലാതെ നിരന്തരം യാത്ര ചെയ്തുകൊണ്ട് തന്നെ അവിടേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കസീമയിലെത്തിയ ഖാലിദിൻ്റെ സൈന്യത്തിന് ഇപ്പോൾ വിശ്രമിക്കാൻ സാധ്യമാകുന്നുണ്ട്. അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ജലം കുടിക്കുന്നുണ്ട്. അവർക്ക് ധാരാളമായിട്ട് ഭക്ഷണവും ജലവും ഒക്കെ എത്തിക്കാനായിട്ട് സപ്ലൈ ചെയിനുണ്ട്. അത് എല്ലാ സൈന്യത്തിനും ഉള്ളതാണ്. ആ ഒരു കാലഘട്ടത്തിലും അതിനു മുമ്പുള്ള കാലഘട്ടത്തിലും ഇത്തരത്തിൽ സപ്ലൈ ചെയിനുകളുണ്ട്. കാരണം യുദ്ധങ്ങൾ കുറേയധികം നാളുകൾ നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ യുദ്ധമുന്നണിയിലുള്ള സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും ആയുധങ്ങളും ജലവുമൊക്കെ അവിടെ എത്തിക്കേണ്ടതാണ്. അങ്ങനെ എത്തിക്കാനുള്ള സപ്ലൈ ചെയിൻ ഇവർക്കുണ്ട്. ആ സപ്ലൈ ചെയിൻ്റെ സഹായത്താൽ ഇവർ സുഖകരമായിട്ട് വിശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒരു വലിയ യുദ്ധമാണ് കസീമയിലെ മരുഭൂമിയിൽ അരങ്ങേറാൻ പോകുന്നത്. ഈ യുദ്ധം അറിയപ്പെടുന്നത് ബാറ്റിൽ ഓഫ് ചെയിൻഡ് എന്നാണ്. അതായത് ചങ്ങല കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സൈന്യത്തിൻ്റെ യുദ്ധം. ഇതുമായി ബന്ധപ്പെട്ട് പലർക്കും ചില തെറ്റിദ്ധാരണകളുണ്ട്. ചിലയിടത്തൊക്കെ പരാമർശിച്ചിരിക്കുന്നത് ഈ സസാനിയൻ ഇൻഫൻട്രി, അതായത് അവരുടെ കാലാൾപ്പട പൂർണ്ണമായിട്ടും ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലാൾപ്പടയാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലായ്പ്പോഴും അവിടെ യുദ്ധം ചെയ്യാൻ സാധ്യമാകും, അവർ തിരിഞ്ഞോടുന്നതല്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ അത് തെറ്റാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ആ വാചകം കൊണ്ട് അർത്ഥമാക്കുന്നത്
ചങ്ങല കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടതുപോലുള്ള വളരെയധികം കോമ്പാക്റ്റായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വളരെയധികം അടുത്ത് നിൽക്കുന്ന ശക്തമായിട്ടുള്ള ഒരു സേനയാണ് ഈ ഇൻഫൻട്രി അല്ലെങ്കിൽ കാലാൾപ്പട എന്നാണ്. ഒരിക്കലും ചങ്ങലക്കിട്ടുകൊണ്ട് അവരെ യുദ്ധമുന്നണിയിലേക്ക് വിടാൻ സാധിക്കുകയില്ല. കൂട്ടത്തിലുള്ള ആൾ മരണമടയുകയാണെങ്കിൽ ആ മരിച്ച ആളുടെ ശവശരീരവും പേറി വേണം ഇവർ യുദ്ധം ചെയ്യാൻ. അങ്ങനെ യുദ്ധം ചെയ്ത് വിജയിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഇത് 10,000-ഓളം വരുന്ന ഇൻഫൻട്രിയാണ്. 10,000 ആളുകളെ ഇങ്ങനെ ചങ്ങലയ്ക്ക് ബന്ധിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ദൂരെ നിന്ന് വരുന്ന സസാനിയൻ പടയെ നിരീക്ഷിക്കാനായിട്ട് ഖാലിദ് ഒരു സ്കൗട്ടിനെ മുൻപിലേക്ക് അയക്കുന്നുണ്ട്. മുൻപിൽ പോയി നോക്കിയതിന് ശേഷം സ്കൗട്ട് വന്ന് പറയുന്നത് അവരുടെ സ്ട്രാറ്റജിയാണ്. അവരുടെ മധ്യഭാഗത്തായിട്ടാണ് കാലാൾപ്പടയുള്ളത്. വിങ്സിലായിട്ട് അല്ലെങ്കിൽ 2 വശങ്ങളിലായിട്ട് കാവലറി അല്ലെങ്കിൽ കുതിരപ്പടയാണ് ഉള്ളത്. ഖാലിദ് ഒട്ടും വൈകാതെ തന്നെ ഉത്തരവ് കൊടുത്തു. നമ്മളും അതേ സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഈ മധ്യഭാഗത്ത് കാലാൾപ്പട, 2 വശങ്ങളിലായിട്ട് കുതിരപ്പട. ആ ഒരു സ്ട്രാറ്റജിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ സൈന്യം നിന്നു തുടങ്ങി. അതിനുശേഷം അവർ മറ നീക്കി മുൻപിലേക്ക് വരികയാണ്. മുൻപിലേക്ക് വന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർക്ക് അങ്ങ് അകലെ നിന്ന് നടന്നു വരുന്ന സൈന്യത്തെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും. സസാനിയൻ സൈന്യം വളരെയധികം ക്ഷീണിതരാണ്. അവരുടെ നടത്തത്തിൻ്റെ വേഗതയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 2 സൈന്യവും ഏകദേശം അടുത്ത് എത്താറായപ്പോൾ അവരുടെ പ്രയാണം അവിടെ നിന്നു. അതിനുശേഷം സസാനിയൻ ഗവർണറായ ഹോംസോഡിൻ്റെ ഭാഗത്തു നിന്നും ഒരു വിളംബരം വരികയായി. അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്, ഞാൻ ഒറ്റയ്ക്ക് നിങ്ങളെ ആക്രമിക്കാൻ പോവുകയാണ്. എന്നോട് എതിർത്ത് നിൽക്കാൻ സാധിക്കുന്ന ഒറ്റയ്ക്കുള്ള ഒരു പടയാളിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കമാൻഡറിന് തന്നെ മുന്നിലേക്ക് കടന്നു വരാം. ഇത് സസാനിയൻ യുദ്ധത്തിൻ്റെ ഒരു രീതിയാണ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാനപ്പെട്ട കമാൻഡർ യുദ്ധം ചെയ്യാനായിട്ട് പോകും. അപ്പോൾ എതിരാളികളുടെ ഭാഗത്തു നിന്നും അവരുടെ ഒരു പ്രധാനപ്പെട്ട കമാൻഡർ യുദ്ധമുന്നണിയിലേക്ക് വരും. അവർ 2 പേരും യുദ്ധത്തിൽ പയറ്റുന്നതാണ്. അതിൽ ഒരാൾ ജീവനോടെ നിലനിൽക്കുന്നതാണ്. അതിനുശേഷം മാത്രമേ ശരിക്കുമുള്ള യുദ്ധം ആരംഭിക്കുകയുള്ളൂ. ഇത്തരത്തിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ ഈ സസാനിയൻ ആർമിയുടെ കമാൻഡർ തന്നെയായിരിക്കും സാധാരണഗതിയിൽ വിജയിക്കുക. അത് വലിയ രീതിയിൽ അവിടെ ഉണ്ടായിരിക്കുന്ന സസാനിയൻ ആർമിക്ക് പ്രചോദനമായി മാറുന്നതാണ്. പിന്നീടുള്ള യുദ്ധത്തിൽ സസാനിയൻ ആർമി വിജയിക്കുന്നതുമാണ്. ഇവിടെയും അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഹോംസോഡ് യുദ്ധം ചെയ്യാനായിട്ട് മുന്നിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തെ എതിർക്കാനായിട്ട് അവിടേക്ക് വരുന്നത് ഖാലിദ് തന്നെയാണ്. 2 പേരും തമ്മിൽ ശക്തമായിട്ടുള്ള ഒരു യുദ്ധം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ സസാനിയറ്റ്സിൻ്റെ ഭാഗത്തു നിന്നും ഒരു ചതി സംഭവിക്കുന്നുണ്ട്. സസാനിയറ്റ്സിൽ നിന്നും 1-2 കമാൻഡർമാർ മുന്നിലേക്ക് വരുന്നുണ്ട്. അവർ ഖാലിദിനെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ഇത് കണ്ടു നിന്നിരുന്ന ഖാലിദിൻ്റെ സൈന്യത്തിൽ നിന്നും അവിടുത്തെ വളരെയധികം പ്രശസ്തനായിട്ടുള്ള ഒരു കമാൻഡറായ ഖാക്ക മുന്നിലേക്ക് വരുന്നുണ്ട്. ഖാക്കയുടെ സഹായത്താൽ ഖാലിദിന് അവിടെ ഉണ്ടായിരുന്ന മറ്റ് കമാൻഡേഴ്സിനെയും ഈ ഹോംസോഡിനെയും കൊലപ്പെടുത്താൻ സാധ്യമാകുന്നുണ്ട്. ഹോംസോഡ് എന്ന സസാനിയൻ കമാൻഡർ മരണമടഞ്ഞിരിക്കുകയാണ്. പക്ഷേ ശക്തമായിട്ടുള്ള യുദ്ധം അവിടെ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. വശങ്ങളിലായിട്ടാണ് ഈ കുതിരപ്പടകൾ ഉള്ളത്. 2 സൈന്യത്തിൻ്റെയും വശങ്ങളിൽ കുതിരപ്പടയാണ്. ആ കുതിരപ്പടകൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആർക്കാണ് മേൽക്കോയ്മ എന്ന് പറയാൻ സാധിക്കുകയില്ല. 2ഉം തുല്യരായിട്ട് തന്നെയാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. മധ്യഭാഗത്താണ് കാലാൾപ്പടകൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കൃത്യമായിട്ടും മുൻതൂക്കം ലഭ്യമായിരിക്കുന്നത് മുസ്ലിംസിനാണ്. കാരണം സസാനിയൻ കാലാൾപ്പടയ്ക്ക് വലിയ രീതിയിലുള്ള ക്ഷീണമാണുള്ളത്. അവർ നിരന്തരമായിട്ട് യാത്ര ചെയ്തിട്ടാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. പക്ഷേ കുതിരപ്പടയ്ക്ക് ആ ക്ഷീണമില്ല. കാരണം അവർ കുതിരപ്പുറത്തായിരുന്നു യാത്ര ചെയ്തത്. കുതിരകൾക്ക് ഇത്രയധികം ദൂരം യാത്ര ചെയ്യാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. നിരവധി സസാനിയൻ കാലാൾപ്പടകൾ അവിടെ മരണമടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതവരുടെ കുതിരപ്പട കാണുന്നുണ്ട്. അവർക്ക് അവിടെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അവർക്ക് ശക്തരായിട്ടുള്ള എതിരാളികളായിട്ടുള്ള കുതിരപ്പട അവിടെ ഉണ്ട്. അവരുടെ കാലാൾപ്പടയെ സഹായിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ കാലാൾപ്പട ഇങ്ങനെ ഇല്ലാതെ ആവുകയാണെങ്കിൽ കുതിരപ്പടയുടെയും അവസ്ഥ വ്യത്യസ്തമായിരിക്കുകയില്ല. ഇത് മനസ്സിലാക്കിയതിനെ തുടർന്ന് ആ 2 വശങ്ങളിലും ഉണ്ടായിരുന്ന കുതിരപ്പട പിൻവാങ്ങുകയാണ്. ആ കുതിരപ്പടകളുടെ തലവന്മാർ ഖുബാസ്, അനുഷ്ജാൻ തുടങ്ങിയവരാണ്. ആദ്യ യുദ്ധം അങ്ങനെ മുസ്ലിംസ് വിജയിച്ചിരിക്കുകയാണ്. ആ യുദ്ധത്തിൽ ഏകദേശം 1000-ഓളം വരുന്ന ഒരു സൈന്യത്തിൻ്റെ നഷ്ടം മാത്രമാണ് മുസ്ലിംസിന് ഉണ്ടായിരിക്കുന്നത്. അതേസമയം സസാനിയൻസിൻ്റെ 10,000-ഓളം വരുന്ന കാലാൾപ്പട ഇല്ലാതെയായി. അവശേഷിച്ച 10,000-ഓളം വരുന്ന കുതിരപ്പട അവർ തിരികെ ഓടിപ്പോവുകയും ചെയ്തു. മുൻപ് സസാനിയൻ ചക്രവർത്തിയായ യാസ് ദ ഗ്രേറ്റ് 3-ാമൻ ഒരു വലിയ പട ഇവിടേക്ക് അയച്ച കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ.
മാർച്ച് മാസത്തിലായിരുന്നു ആ പട ഇവിടേക്ക് അയച്ചത്. പക്ഷേ ഇപ്പോൾ ഏപ്രിൽ മാസമായിരിക്കുന്നു. ഏപ്രിൽ മാസമായപ്പോഴേക്കും കസിമയിലേക്ക് അവർ അടുക്കാറായി. കാരിൻസ് എന്ന് പറയുന്ന ഒരു പടത്തലവൻ്റെ കീഴിലുള്ള 20,000 മുതൽ 25,000-ഓളം വരുന്ന പടയാണ് അവിടേക്ക് കുതിച്ചിരിക്കുന്നത്. അവർ കസിമയുടെ വളരെ അടുത്ത് വരെ എത്താറായി. മാക്കിൽ എന്ന് പറയുന്ന ഒരു നദിയുടെ അരികിലെത്തി. അപ്പോഴാണ് അവിടെ നിന്നും പിന്മാറി ഓടി വരുന്ന കുതിരപ്പടയെ അവർക്ക് കാണാൻ സാധ്യമായത്. കുതിരപ്പടയിലൂടെ അവർക്കേറ്റ കനത്ത പരാജയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അവർക്ക് സാധ്യമായി. ഖാലിദ് ഇങ്ങനെ ഓടിപ്പോയ സൈന്യത്തിൻ്റെ പിന്നാലെ അവരെ തിരഞ്ഞുപിടിച്ച് കൊല്ലാനായിട്ട് മുത്താനയുടെ കീഴിലുള്ള ഒരു ചെറിയ സൈന്യത്തെ അവിടേക്ക് അയച്ചിരുന്നു. ആ സൈന്യവും ഏകദേശം ആ സമയത്ത് തന്നെ അവിടെ എത്തിച്ചേരുകയുണ്ടായി. ആ സൈന്യത്തിന് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു, കൂടുതലായിട്ട് പടയെ ഉണ്ടാക്കിയെടുക്കുക, കൂടാതെ കുബാൾ എന്ന് പറയുന്ന ആ സിറ്റി കീഴ്പ്പെടുത്തുക. ഈ കുബാളിൻ്റെ അരികിൽ തന്നെയാണ് കരിൻസിൻ്റെ സൈന്യമുള്ളത്. അതിൻ്റെ അരികിൽ തന്നെ മുത്താനയുടെ സൈന്യവും എത്തിച്ചേർന്നു. കരിൻസ് പക്ഷേ മുത്താനയെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. തങ്ങളുടെ പക്കൽ ഒരു വലിയ സൈന്യം തന്നെ ഉണ്ട്. പിന്മാറി വന്ന 10,000-ഓളം വരുന്ന കുതിരപ്പടയുണ്ട്. കൂടാതെ തൻ്റെ ഒപ്പം ഇവിടേക്ക് എത്തിച്ചേർന്ന 25,000-ഓളം വരുന്ന ഒരു പടയുമുണ്ട്. പക്ഷേ മുത്താനയുടെ പക്കൽ ഒരു ചെറിയ പട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കരിൻസ് കരുതുന്നത് ഇതൊരു ട്രാപ്പാണെന്നാണ്. പറഞ്ഞിടത്തോളം ഇതിൽ കൂടുതൽ സൈന്യം അവർക്കുണ്ട്. ഒരു ചെറിയ സൈന്യത്തെ മാത്രം മുന്നിലേക്ക് വെച്ച് അവരൊരു തന്ത്രം മെനയുകയായിരിക്കാം. തുറസായ ഒരു സ്ഥലത്താണ് ഈ ഒരു ചെറിയ പട നിൽക്കുന്നത്. നമ്മളിവിടെ നിന്നും അവിടേക്ക് യാത്ര ചെയ്ത് അടുക്കാറാകുമ്പോഴേക്കും പല വശങ്ങളിലൂടെ ഒരുപാട് സൈന്യം എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. കൂടാതെ പിന്മാറി വന്ന കുതിരപ്പടയിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ട്. ഈ മുസ്ലിം പടയ്ക്ക് അതിവേഗതയിൽ സഞ്ചരിക്കാൻ സാധ്യമാകും. അവരുടെ പടച്ചട്ടകൾക്ക് വലിയ ഭാരമില്ല, അവരുടെ ആയുധങ്ങൾക്കും വലിയ ഭാരമില്ല. ഈ കാരണങ്ങൾ കൊണ്ട് കരിൻസ് അവിടെ തന്നെ നിലയുറപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. മുത്താനയുടെ സൈന്യവും അവിടെ നിന്ന് പിൻവാങ്ങാൻ തീരുമാനിക്കുകയാണ്. ഖാലിദ് തന്നെ അവിടേക്ക് അയച്ചത് അവിടേക്ക് ഓടിപ്പോയിട്ടുള്ള ആളുകളെ കൊല്ലാൻ വേണ്ടിയും അവിടെ ഉണ്ടായിരുന്ന ഉബല്ല എന്ന സ്ഥലത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടിയും കൂടിയായിരുന്നു. ഉബല്ല തൻ്റെ മുൻപിൽ തന്നെ ഉണ്ട്. മറ്റൊരു വശത്തായിട്ട് ഒരു വലിയ സൈന്യവുമുണ്ട്. അതേസമയം കരിൻസ് കരുതുന്നത് ഉബല്ലയെ നമുക്ക് ബലി കൊടുക്കാം, ഉബല്ല അവരെടുത്തു കൊള്ളട്ടെ. പക്ഷേ ഈ ഒരു പ്രദേശത്തു നിന്ന് ഞാൻ മാറുന്നതല്ല. ഇവിടെ നിന്ന് ഞാൻ മാറുകയും എൻ്റെ സൈന്യത്തെ അവർക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെ അനായാസമായിട്ട് അവർക്ക് സസാനിയൻ പ്രവിശ്യയിലേക്ക്, ഇറാഖിലേക്ക് കയറാൻ സാധിക്കും. ഇറാഖ് പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്താൻ സാധ്യമാകും. അതൊരിക്കലും അനുവദിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ കരിൻസ് അവിടെ നിൽക്കുകയാണ്. പക്ഷേ ഇത് മുത്താന മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഉബല്ലയിലേക്ക് പോകുന്നില്ല. ഉബല്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ അപ്പോൾ കീഴ്പ്പെടുത്താൻ സാധിക്കുമായിരുന്നു. കരിൻസ് അതിൽ ഇടപെടുകയില്ലായിരുന്നു. മാത്രമല്ല ഉബല്ലയിൽ നിന്നും ഈ മുത്താനയ്ക്ക് കൂടുതൽ സൈന്യത്തെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ മുത്താന മടങ്ങിപ്പോയി ഖാലിദിനെ വിവരമറിയിക്കുകയായിരുന്നു. ഖാലിദ് അവിടെ ഉണ്ടായിരുന്ന സൈന്യവുമായിട്ട് മുത്താനയുടെ ഒപ്പം തന്നെ പുറപ്പെടുകയാണ്. പുതുതായി എത്തിച്ചേർന്നിരിക്കുന്ന ആ പടയും വകവരുത്തണം. ഇവിടെ അടുത്ത യുദ്ധം ആരംഭിക്കുകയാണ്. ബാറ്റിൽ ഓഫ് റിവർ എന്ന പേരിലാണ് ഈ യുദ്ധം അറിയപ്പെടുന്നത്. ഏപ്രിൽ മാസം 3-ാമത്തെ ആഴ്ചയാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഖാലിദ് പറ്റുന്നിടത്തോളം സൈന്യത്തെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ പ്രദേശത്തുണ്ടായിരുന്ന മറ്റ് അറബികളിൽ നിന്നും കൂടുതലായിട്ട് സൈന്യത്തെ ഇവർ എടുക്കുകയാണ്. സൈന്യത്തിലേക്ക് വരാൻ പലർക്കും വലിയ താല്പര്യം തന്നെയാണ്. കാരണം സൈന്യത്തിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ടാക്സിൽ നിന്നും വിടുതൽ കിട്ടുന്നതാണ്. അങ്ങനെ കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു സൈന്യത്തെ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമായി. പക്ഷേ അത് അത്ര വലിപ്പമൊന്നുമല്ല, 18,000-ഓളം വരുന്ന ഒരു സൈന്യം മാത്രമാണ്. പക്ഷേ കരിൻസിൻ്റെ കീഴിലുള്ള സൈന്യം കുറേ കൂടി വലുതാണ്. അവർ 25,000-ഓളം വരുന്ന ഒരു സൈന്യവുമായിട്ടാണ് അവിടെ എത്തിച്ചേർന്നത്. അവരിലേക്ക് മടങ്ങി എത്തിക്കഴിഞ്ഞ പിൻവാങ്ങിയ 10,000-ഓളം വരുന്ന കുതിരപ്പടയുണ്ട്. അതുകൂടെ ചേരുമ്പോൾ 35,000-ആയി. ആ സമയം കൊണ്ട് തന്നെ അവർ ചുറ്റുപാടുമുണ്ടായിരുന്ന സസാനിയൻ ടെറിട്ടറികളിൽ നിന്ന് കൂടുതൽ സൈന്യത്തെ എടുക്കുകയുണ്ടായി. അങ്ങനെ ഏകദേശം 35,000 മുതൽ 50,000 വരെയുള്ള ഒരു വലിയ സൈന്യമാണ് അവിടെയുള്ളത്. യുദ്ധം ആരംഭിക്കുകയാണ്. മുൻപുണ്ടായിരുന്ന അതേ സ്ട്രാറ്റജി തന്നെയാണ് സസാനിയൻസ് ഉപയോഗിക്കുന്നത്. മധ്യഭാഗത്തായിട്ട് കാലാൽപ്പട, 2 വശങ്ങളിലായിട്ട് കുതിരപ്പട. പക്ഷേ കൂടുതൽ കാലാൽപ്പട ഇവർക്കുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് ആ കാലാൽപ്പടയുടെ വീതി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വലിയൊരു പ്രദേശത്തായിട്ട് കിടക്കുന്ന ഒരു സൈന്യമായിട്ട് മാറും. അങ്ങനെയുള്ള സൈന്യത്തിന് എതിരാളിയെ വളയാൻ സാധിക്കുന്നതാണ്. ഒരു സർക്കിളായിട്ട് ഉണ്ടാക്കിയിട്ട് ആ സർക്കിളിൻ്റെ മധ്യഭാഗത്ത് ഈ എതിരാളിയെ ഒറ്റപ്പെടുത്താൻ സാധിക്കുന്നതാണ്. പക്ഷേ കാരിൻസ് ആ ഒരു തന്ത്രമല്ല ഉപയോഗിക്കുന്നത്. അദ്ദേഹം ഇതിൻ്റെ ഡെപ്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്.
അതായത് കാലാൾപ്പടയുടെ പിന്നിലായിട്ട് നിരവധി കാലാൾപ്പടകൾ അണിചേരുന്നതാണ്. അവർ വീതി കൂട്ടാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഖാലിദും പഴയ സ്ട്രാറ്റജി തന്നെയാണ് ഉപയോഗിക്കുന്നത്. മധ്യഭാഗത്തായിട്ട് കാലാൾപ്പട, 2 വശങ്ങളിലായിട്ട് കുതിരപ്പട. മുൻപ് ഹോംസോഡ് ചെയ്തതുപോലുള്ള ഒരു കാര്യമാണ് ഇവിടെ കരിൻസ് ചെയ്യുന്നത്. കരിൻസ് മുന്നിലേക്ക് വരികയാണ്. അതിനുശേഷം അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്, എന്നെ ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും കമാൻഡർമാരുണ്ടെങ്കിൽ മുന്നിലേക്ക് കടന്നു വരിക. ഖാലിദാണ് മുന്നിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് മറ്റൊരു കമാൻഡർ മുന്നിലേക്ക് വരികയാണ്. അതിനുശേഷം കരിൻസും ആ കമാൻഡറും തമ്മിലുള്ള യുദ്ധമാണ് അവിടെ അരങ്ങേറുന്നത്. അതിൽ വിജയിക്കുന്നത് മുസ്ലിംസിൻ്റെ കമാൻഡർ തന്നെയാണ്. അതിനുശേഷം വീണ്ടും ഇത്തരത്തിലുള്ള യുദ്ധം നടക്കുന്നുണ്ട്. മുൻപ് ഇവിടെ നിന്നും പലായനം ചെയ്തു പോയ 2 കമാൻഡർമാരുണ്ടല്ലോ, ഖുബാസും അനുഷ്ജാനും. അവർ 2 പേരും മുന്നിലേക്ക് വരുന്നുണ്ട്. ചില ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് ഇവർ 2 പേരും മറ്റുള്ളവരുടെ പ്രേരണയാൽ മുന്നിലേക്ക് വന്നതാണ്, സ്വന്തം തീരുമാനമല്ലായിരുന്നു എന്നാണ്. എന്തായാലും അവർ മുന്നിലേക്ക് വരുന്നുണ്ട്. ആ മുന്നിലേക്ക് വന്നത് കുതിരപ്പട ആയതുകൊണ്ട് തന്നെ അവരെ എതിർക്കാനായിട്ട് വരുന്നത് മുസ്ലിംസിൻ്റെ കുതിരപ്പടയുടെ കമാൻഡർമാർ തന്നെയാണ്. അസിം, ആദി എന്നിങ്ങനെയാണ് ആ കമാൻഡർമാരുടെ പേര്. ആ യുദ്ധത്തിലും മുസ്ലിംസ് തന്നെയാണ് ജയിക്കുന്നത്. അസിമും ആദിയും വിജയിക്കുന്നു. മറ്റുണ്ടായിരുന്ന 2 കമാൻഡർമാരും കൊല ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ സസാനിയൻസ് വലിയൊരു പടയാണെങ്കിൽ പോലും അവർക്ക് കമാൻഡർമാരില്ലെങ്കിൽ പോലും അവിടെ യുദ്ധം ആരംഭിക്കുകയാണ്. അതാണ് സസാനിയൻ യുദ്ധരീതി. യുദ്ധം ചെയ്യുന്നതിന് മുൻപ് കമാൻഡർമാർ മരണമടയും. ആ യുദ്ധത്തിൽ ശക്തമായിട്ടുള്ള സസാനിയൻസിന് തന്നെയായിരുന്നു മുൻതൂക്കം. മധ്യഭാഗത്തുണ്ടായിരുന്ന ഇൻഫൻട്രി അല്ലെങ്കിൽ കാലാൾപ്പട അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അവർ പഴയതുപോലെയല്ല, ക്ഷീണിതരല്ല. അവർക്ക് ആവശ്യത്തിനുള്ള വിശ്രമം ലഭ്യമായിട്ടുണ്ട്. എണ്ണത്തിലും വളരെയധികം കൂടുതലാണ്. ശക്തമായിട്ടുള്ള ആയുധമാണ് അവരുടെ പക്കലുള്ളത്. വലിയ രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ള സൈന്യം കൂടിയാണ്. ആ യുദ്ധത്തിൽ മുൻതൂക്കം അവർക്ക് കിട്ടിയെന്ന് മാത്രമല്ല, അവർക്ക് മുന്നിലേക്ക് മാർച്ച് ചെയ്യാൻ സാധ്യമായി. മുസ്ലിമിൻ്റെ പട പിന്നിലേക്ക് അകപ്പെട്ടു പോവുകയാണ്. പക്ഷേ ഇങ്ങനെ മുന്നിലേക്ക് മാർച്ച് ചെയ്യുന്നതിനിടയിൽ ഈ സസാനിയൻ ഇൻഫൻട്രിക്ക് അല്ലെങ്കിൽ കാലാൾപ്പടയ്ക്ക് ഒരു അബദ്ധം സംഭവിക്കുന്നുണ്ട്. അവരുടെ കമാൻഡർ ഒപ്പം ഇല്ലാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നമാണ്. നേതാവില്ലാതെയാണ് അവർ പട പൊരുതുന്നത്. പക്ഷേ ഇങ്ങനെ മുന്നിലേക്ക് പോകുന്നതിനിടയിൽ അവരുടെ ഇടയിൽ വിള്ളലുകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ശരിക്കും ഈ കാലാൾപ്പടയുടെ ശക്തി എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ്, അതായത് ഒന്നിച്ച് നിൽക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ചങ്ങല കിട്ടതുപോലുള്ള പടയാണെന്ന് പറഞ്ഞത്. അവരുടെ ശക്തി അത് തന്നെയായിരുന്നു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർ ഒന്ന് ചേർന്നിട്ട് തന്നെയാണ് പട പൊരുതുക. ഇങ്ങനെ ഇടയ്ക്ക് ഒരു വലിയ വിള്ളൽ വന്നപ്പോൾ പിന്നിലേക്ക് പിൻവാങ്ങിപ്പോയിട്ടുള്ള പല മുസ്ലിം പോരാളികളും ഈ വിള്ളലുകളുടെ ഇടയിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി. ഇങ്ങനെ ഇരച്ചു കയറിയപ്പോൾ സസാനിയൻ കാലാൾപ്പടയുടെ താളം അപ്പാടെ നശിച്ചു പോവുകയാണ്. അവർക്ക് അടിപതറാൻ തുടങ്ങി. സസാനിയനിലെ കാലാൾപ്പടയിലെ നിരവധി ആളുകൾ അവിടെ മരണമടഞ്ഞ് വീഴുകയാണ്. 2 വശങ്ങളിലുമായിട്ട് ഉണ്ടായിരുന്ന കുതിരപ്പടയ്ക്ക് ഒരു രീതിയിലുള്ള മുന്നേറ്റവും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. 2 പേരും കട്ടയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ കാലാൾപ്പട നിരവധി പേർ മരണമടയുകയാണ്. ഏറ്റവും പിൻഭാഗത്തുണ്ടായിരുന്ന കാലാൾപ്പടയും കുറേയധികം കുതിരപ്പടകളും അവിടെ നിന്നും പിന്തിരിഞ്ഞ് ഓടുകയുണ്ടായി. പക്ഷേ മുസ്ലിംസിൻ്റെ സേനയ്ക്ക് അവരെ വെറുതെ വിടാൻ സാധിക്കുമായിരുന്നില്ല. ഇവർ രക്ഷപ്പെടാൻ പാടില്ല. രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഈ യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്ത സസാനിയനിൽ അറിയുന്നതാണ്. അതറിയാൻ പാടില്ല. അതിനു മുൻപ് തന്നെ അടുത്ത നീക്കങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇവരുടെ പിന്നാലെ പോയി ഇവരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച സസാനിയൻസിന് ഒരു വലിയ തിരിച്ചടി സംഭവിക്കുന്നുണ്ട്. കാരണം അവർ ഓടിപ്പോകുന്ന വഴിയിൽ ഒരു വലിയ നദിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണിത് ബാറ്റിൽ ഓഫ് റിവർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നദി അവർക്ക് മുറിച്ചു കടക്കാൻ സാധ്യമാകും, പക്ഷേ അതിന് കുറച്ച് സമയം വേണ്ടി വരും. പക്ഷേ ആ സമയം എടുക്കുന്നതിന് മുൻപ് തന്നെ പിന്നിൽ നിന്ന് വന്ന മുസ്ലിംസിൻ്റെ സേന അവരെ നിഷ്കരുണം കൊന്നുകളയുകയായിരുന്നു. പക്ഷേ പൂർണ്ണമായിട്ടും അവരെ കൊന്നുകളഞ്ഞു എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. കുറേ പേരൊക്കെ അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കണം. പുഴ നീന്തി രക്ഷപ്പെടാൻ കുറച്ച് പേർക്കൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ യുദ്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സസാനിയനിലുള്ള മറ്റ് സൈന്യം അറിയുന്നത്. സ്കൗട്ടുകളുടെയൊക്കെ സഹായത്താൽ ഈ വാർത്ത അങ്ങ് ക്യാപിറ്റൽ സിറ്റിയിൽ എത്തിച്ചേരുന്നുണ്ട്. ചക്രവർത്തി അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിപ്പോയി. ഇത്രയും ശക്തരായിട്ടുള്ള സസാനിയൻസിനെ, ഇത്രയും വലിയൊരു സൈന്യത്തെ കീഴ്പ്പെടുത്താൻ മാത്രം അറബികൾ വളർന്നു കഴിഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം വലിയ രീതിയിൽ ക്ഷുഭിതനാകുന്നുണ്ട്. അതിനുശേഷം ഉത്തരഭാഗത്തും കിഴക്ക് ഭാഗത്തും ഉണ്ടായിരുന്ന പടയെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. ബാറ്റിൽ ഓഫ് റിവറിൽ സസാനിയൻസിന് കടുത്ത നാശനഷ്ടം തന്നെയാണ് സംഭവിച്ചത്. 15,000 മുതൽ 30,000-ഓളം വരുന്ന ഒരു പട അവിടെ മരണമടഞ്ഞിട്ടുണ്ടായിരിക്കണം.
കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ഖാലിദിൻ്റെ ഭാഗത്തു നിന്നും വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടില്ല. 1000-ഓളം വരുന്ന ഒരു സൈന്യം മാത്രമാണ് അവർക്ക് നഷ്ടമായത്. ഈ യുദ്ധത്തോടുകൂടി മുസ്ലിംസിന് ഉബല്ല കീഴ്പ്പെടുത്താൻ സാധ്യമായി. ഖാലിദിന് വേണമെങ്കിൽ ഉബല്ലയും കഴിഞ്ഞ് അടുത്ത ടെറിട്ടറികളിലേക്ക് പോകാമായിരുന്നു. അവിടെ ഇപ്പോൾ ഒട്ടും തന്നെ സൈന്യമില്ല. ഉണ്ടായിരുന്ന സൈന്യമൊക്കെ തന്നെയും അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഖാലിദ് അതിന് മുതിരുന്നില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഉബല്ലയിൽ പുതിയതായിട്ടൊരു അഡ്മിനിസ്ട്രേഷൻ നടപ്പിലാക്കണം. കാരണം അവരിപ്പോൾ പുതിയതായിട്ട് പിടിച്ചെടുത്ത ഒരു സിറ്റിയാണ്. പുതിയതായിട്ട് നേതൃനിരയിലേക്ക് ആളുകളെ കൊണ്ടുവരണം. അവിടെ ടാക്സ് ഏർപ്പാടാക്കണം. അവിടെ നിന്ന് പുതുതായിട്ട് ചില സൈന്യത്തെ റിക്രൂട്ട് ചെയ്യണം. ഇവർ ഇപ്പോൾ 18,000 മാത്രമേ ഉള്ളൂ. സസാനിയൻസ് വലിയ ശക്തിയുള്ള സേന തന്നെയാണ്. 30,000 പോയി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ 50,000 ഇറക്കാൻ പോലും കെൽപ്പുള്ളവരാണ്. ഇതിനെല്ലാം പുറമെ വേറെയും ചില കാരണങ്ങളുണ്ടായിരുന്നു. സപ്ലൈ ചെയിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അറബികൾ തന്നെയാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ യുദ്ധ മുന്നണിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. പക്ഷേ സസാനിയൻ ടെറിട്ടറിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഈ സപ്ലൈ ചെയിൻ മുറിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ സസാനിയൻ ടെറിട്ടറിയിൽ ശരിക്കും എന്താണ് ഉള്ളതെന്ന് പോലും ഇവർക്ക് ധാരണയില്ല. അതിനുമപ്പുറമായിട്ട് ഉള്ളിലേക്ക് പോകും തോറും വഴികളൊക്കെ ഇടുങ്ങിപ്പോകുന്നതാണ്. ഇപ്പോൾ ഇവർ നിൽക്കുന്നത് ഒരു വലിയ തുറന്ന മരുഭൂ പ്രദേശത്താണ്. മരുഭൂ പ്രദേശത്ത് അവർക്ക് പെട്ടെന്ന് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ വീക്ക് പോയിൻ്റാണ്. തുറസായ സ്ഥലത്ത് മാത്രം യുദ്ധം ചെയ്ത് ശീലമുള്ള ഒരു സേനയാണ് ഇവർ. ഇനിയും ഒരു വലിയ പട തന്നെ ഇവിടേക്ക് വരുമെന്നറിയാം. ആ പടയെ അവർ നേരിടേണ്ടത് ഈ മരുഭൂ പ്രദേശത്തു തന്നെ ആയിരിക്കുമെന്ന് ഖാലിദ് തീരുമാനിക്കുകയാണ്. അവർ പുതുതായി പിടിച്ചെടുത്ത ഉബല്ല പ്രദേശത്തുണ്ടായിരുന്ന ചില സ്കൗട്ടുകളെ അദ്ദേഹം സസാനിയൻ ടെറിട്ടറിയുടെ ഉള്ളിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ഉബല്ലയിലുള്ള ആളുകളാകുമ്പോൾ മറ്റുള്ള ആളുകൾ സംശയിക്കത്തില്ല. കാരണം അവരിൽ ഒരാളായിട്ട് മാത്രമേ അവർ ഇവരെ കരുതുകയുള്ളൂ. ഉബല്ലയിൽ പോയി അവിടെ സൈന്യത്തിൻ്റെ നീക്കങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സ്കൗട്ടുകൾ തീരുമാനിച്ചിരിക്കുന്നത്. സസാനിയൻ തലസ്ഥാനമായ സ്റ്റെസിഫോണിൽ വലിയ രീതിയിലുള്ള പടയൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചക്രവർത്തി ഇവിടേക്ക് 2 വലിയ സൈന്യത്തെ അയക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചക്രവർത്തിയുടെ ഇപ്പോഴത്തെ ധാരണ അവർ ഉബല്ല കീഴ്പ്പെടുത്തിയതിന് ശേഷം സ്ട്രാറ്റജിക് സിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന സിറ്റി ആയിട്ടുള്ള അൽ ഹിറാഹിലേക്ക് യാത്ര പുറപ്പെട്ടുണ്ടായിരിക്കുമെന്നാണ്. അവർ അൽ ഹിറാഹിൽ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ അവരെ തടയിടണം. അൽ ഹിറാഹ് അവർ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അത് സസാനിയൻസിന് വലിയ തിരിച്ചടി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അൽ ഹിറാഹിന് മുൻപുള്ള പട്ടണങ്ങളിലേക്കാണ് സേനയെ അയക്കുന്നത്. അന്തർസാഗർ എന്ന ഒരു കമാൻഡറിൻ്റെ കീഴിൽ 25,000 മുതൽ 30,000-ഓളം വരുന്ന ഒരു പടയെ വലജ എന്ന് പറയുന്ന ഒരു സിറ്റിയിലേക്ക് അയക്കുന്നുണ്ട്. ഉബല്ലയ്ക്കും അൽ ഹിറാഹിനും ഇടയിലുള്ള ഒരു പട്ടണമാണ് വലജ. വലജയിലേക്ക് ആ സൈന്യത്തെ അയക്കുന്നതിന് പുറമെ മറ്റൊരു സൈന്യത്തെ കുറച്ചുകൂടെ ശക്തനായിട്ടുള്ള ഒരു കമാൻഡറിൻ്റെ കീഴിൽ അയക്കുന്നുണ്ട്. ബഹുമാൻ എന്നാണ് ആ കമാൻഡറിൻ്റെ പേര്. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അൽ ഹിറാഹ് സംരക്ഷിക്കുക എന്നതാണ്. പക്ഷേ അൽ ഹിറാഹിലേക്ക് നേരിട്ട് പോകുന്നതിന് മുൻപ് ആദ്യം അയച്ചിരിക്കുന്ന സൈന്യത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി വളരെ നിർണായകമായിട്ടുള്ള യൂഫ്രട്ടീസ് നദിയുടെ തീരങ്ങളിൽ തമ്പടിക്കണം. 20,000-ഓളം വരുന്ന ഒരു പടയുമായിട്ടാണ് ബഹ്മാൻ അവിടേക്ക് യാത്ര പുറപ്പെടുന്നത്. ഈ യൂഫ്രട്ടീസ് നദി വലജയ്ക്കും മുൻപുള്ള ഒരു പ്രദേശമാണ്. അതായത് ഉബല്ലയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഈ യൂഫ്രട്ടീസ് നദി കടന്നതിന് ശേഷം വേണം വലജയിൽ എത്തിച്ചേരാൻ. അവിടെ നിന്നും വേണം അവർക്ക് അൽ ഹിറാഹിൽ എത്തിച്ചേരാൻ. സ്കൗട്ടുകളുടെ സഹായത്താൽ ഖാലിദ് ഈ ഒരു സൈന്യ നീക്കത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. കാരണം 10,000-60,000-ഓളം വരുന്ന ഒരു വലിയ സൈന്യമാണ് അവർക്കുള്ളത്. ഞങ്ങളുടെ പക്കൽ ആകെ ഉള്ളത് 18,000-ഓളം വരുന്ന ഒരു ചെറിയ സൈന്യം മാത്രം. അത് കുറച്ചുകൂടെ ഒന്ന് വിപുലമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രദേശത്ത് വലിയ ജനസംഖ്യയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് അത്രയ്ക്ക് വലിയ സംഖ്യയിലേക്ക് ഉയർത്താൻ അവർക്ക് സാധ്യമാകുന്നില്ല. ഈ 2 വലിയ സേനകളിൽ ഏതെങ്കിലും ഒരു സേനയെ ആദ്യം കീഴ്പ്പെടുത്തണം. അതിനുശേഷം കാര്യങ്ങളൊക്കെ തന്നെയും തങ്ങളുടെ വഴിക്കാകുമെന്ന് ഖാലിദിന് അറിയാമായിരുന്നു. പക്ഷേ ഏത് സൈന്യത്തെയാണ് കീഴ്പ്പെടുത്തുക? നേരായിട്ടുള്ള വഴിയിലൂടെ പോവുകയാണെങ്കിൽ ആദ്യം അവർക്ക് നേരിടേണ്ടി വരിക യുഫ്രട്ടീസ് നദിക്കരയിലുള്ള ബഹുമാൻ്റെ സൈന്യത്തെയാണ്. പക്ഷേ സസാനിയൻസ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുക അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെ ആയിരിക്കും. കാരണം അതാണ് നേരെയുള്ള വഴി. പക്ഷേ ഉബല്ലയിൽ നിന്നും പടിഞ്ഞാറ് ഡയറക്ഷനിലേക്ക് യാത്ര ചെയ്ത് അവിടെ നിന്നും വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ വലജയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ബഹുമാൻ്റെ സൈന്യം അറിയാതെ, അതായത് യൂഫ്രട്ടീസ് നദിയുടെ തീരങ്ങളിലുള്ള സൈന്യം അറിയാതെ ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ വലജയിലുള്ള സൈന്യത്തെ കീഴ്പ്പെടുത്തി ആ പട്ടണം കീഴ്പ്പെടുത്താൻ സാധ്യമാകുന്നതാണ്. ഖാലിദ് ഈ ഒരു വളഞ്ഞ വഴി തന്നെയാണ് സ്വീകരിക്കുന്നത്. അവർക്ക് കുറേയധികം ദൂരം യാത്ര ചെയ്യണം.
യാത്ര ചെയ്ത് അവിടെ എത്തിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും അവർ ക്ഷീണിച്ചു പോകുന്നതാണ്. ഇത് ഖാലിദിന് മുൻകൂട്ടി അറിയാമായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു ടെൻറ്റ് കെട്ടി കുറച്ചു നേരം താമസിച്ച് വിശ്രമിച്ചതിന് ശേഷം മാത്രം യുദ്ധം ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്കും ഖാലിദ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഖാലിദ് അവിടേക്ക് യാത്ര പുറപ്പെട്ട് കുറേ അധികം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ബഹുമാൻ്റെ സൈന്യത്തിന് ഇത് മനസ്സിലാക്കാൻ സാധ്യമായത്. ബഹുമാൻ്റെ സൈന്യം ഇതറിഞ്ഞ് വലജയിലേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തു. മെയ് 3-ാം ആഴ്ച ആയപ്പോഴേക്കും ഖാലിദിൻ്റെ സൈന്യം വലജയ്ക്ക് തൊട്ടരികിൽ എത്തിച്ചേർന്നു. വളരെയധികം അരികിൽ മാത്രമാണ് വലജയിലുള്ള അൻഡർസാഗറിൻ്റെ സൈന്യമുള്ളത്. അൻഡർസാഗറിനും ധാരണയുണ്ട് സ്കൗട്ടുകളുടെ സഹായത്താൽ തന്നെ തൊട്ടരികിൽ ശത്രുക്കൾ ഉണ്ട് എന്ന്. രണ്ട് കൂട്ടർക്കും അറിയാം തൊട്ടരികിൽ ശത്രുക്കൾ ഉണ്ടെന്ന്. പക്ഷേ രണ്ട് കൂട്ടരും ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നില്ല. ഖാലിദിൻ്റെ സൈന്യത്തിനറിയാം തങ്ങൾ വളരെയധികം അവശരാണെന്ന്, യാത്ര ചെയ്തു വന്നവരാണ്, അതുകൊണ്ട് ഇവിടെ വിശ്രമിക്കണം. അതേസമയം അൻഡർസാഗർ ചിന്തിക്കുന്നത് തങ്ങളെ സഹായിക്കാനായിട്ട് ബഹുമാൻ്റെ സൈന്യം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അവർ വരുന്നിടം വരെ ഇവിടെ കാത്തിരിക്കണം. അവർ ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഒരു വലിയ പടയായിട്ട് മാറാം. വളരെ അനായാസമായിട്ട് തന്നെ ഖാലിദിൻ്റെ സൈന്യത്തെ തുരത്താൻ സാധിക്കുന്നതാണ്. ഖാലിദിൻ്റെ സൈന്യം അവിടെ വിശ്രമിക്കുകയാണ്, അൻഡർസാഗറിൻ്റെ സൈന്യം അവിടെ കാത്തിരിക്കുകയാണ്. ഒരു ദിവസം അങ്ങനെ കടന്നുപോയി. ബഹുമാൻ്റെ സൈന്യം അരികിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ യുദ്ധം അവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ബാറ്റിൽ ഓഫ് വലജ എന്ന പേരിലാണ് ആ യുദ്ധം അറിയപ്പെടുന്നത്. ആരായിരുന്നു ആ യുദ്ധത്തിൽ വിജയിച്ചത്? ആരാണ് ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടത്? കാത്തിരുന്ന് കാണാം അടുത്ത എപ്പിസോഡിൽ വിശദമായി തന്നെ. ഈ ഇസ്ലാമിക ഡൈനാസ്റ്റി ഉണ്ടാകുന്നതിന് മുൻപ് ഈ അറേബ്യ എന്ന പ്രവിശ്യയിലെ ഭരണം എപ്രകാരമായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ജീവിതം എപ്രകാരമായിരുന്നു, അവരുടെ വിശ്വാസം എപ്രകാരമായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡിൻ്റെ മുൻപിലുണ്ടായിരുന്ന ഒരു എപ്പിസോഡാണ്. അതിൽ വന്ന കമൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു സീരീസ് തന്നെ ആരംഭിക്കുന്നത്. അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അത് പരിശോധിക്കാവുന്നതാണ്. അധികം വൈകാതെ തന്നെ ഇതിൻ്റെ 2ാമത്തെ എപ്പിസോഡും പബ്ലിഷ് ചെയ്യുന്നതാണ്. അത് പബ്ലിഷ് ചെയ്യുന്ന മുറയ്ക്ക് ആ ലിങ്കും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൂട്ടിച്ചേർക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. പരിശോധിക്കുക.